ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആമസോണിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഫുൾ കളക്ഷൻസ് ആണ്. അതും തന്നെയല്ല, നല്ല ഓഫേഴ്സും ഉണ്ട്. അപ്പം 4-ാം തീയതി തൊട്ട് പ്രൈം ഡേ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് എന്തിൻ്റെ ഭാഗമായിട്ടാണെന്ന് അറിയോ ഈ ഒരു സെയിൽ എന്ന് പറയുന്നത്? ഇത് ആമസോൺകാരുടെ 10ാമത്തെ ആനിവേഴ്സറി ആയതുകൊണ്ട് നമുക്ക് നല്ല അടിപൊളി സെയിലാണ് ഇവർ തരുന്നത്. അപ്പോൾ ആകെ 3-4 ദിവസം ഉള്ളൂ കേട്ടോ. നല്ലൊരു എന്താ പറയുക, വലിയൊരു സെയിൽ എന്ന് പറഞ്ഞാൽ വലിയൊരു സെയിലാണ്. ധമാക്ക സെയിൽ. പ്രൈം ഡേക്കാർക്കാണെങ്കിൽ 4-ാം തീയതി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ 5-ാം തീയതി തൊട്ടാണ് നോർമൽ ആൾക്കാർക്ക്. അപ്പോൾ പ്രൈം ഡേ എടുത്തു വെച്ചു. അതിനും അധികം റേറ്റ് ഒന്നുമില്ല, നിസ്സാര റേറ്റാണെന്നുള്ളത്. ഇനി ഞാൻ എടുത്ത ഈ ഒരു ഔട്ട്ഫിറ്റ് എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് വെറുതെ ഒന്നിങ്ങനെ എടുത്ത് ഒരുങ്ങിയിട്ട് പിടിക്കുന്ന ഒന്നുമില്ല. അവർ നോർമലായിട്ടുള്ള ഒരു ടീഷർട്ടും അതിൻ്റെ കൂടെ ഒരു ജീൻസ്. പക്ഷേ ഇത് രണ്ടും ബ്രാൻഡഡ് ആണ്. ഇത് വരുന്നത് സോൾഡ് സ്റ്റോറിനോ അങ്ങനെ എന്താ പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ്, എനിക്കിപ്പോൾ ഓർമ്മയെ കിട്ടുന്നില്ല. എന്തായാലും ഇത് ഒരു ബ്രാൻഡഡ് ആണ്. അതേപോലെ തന്നെ ഇതും ബ്രാൻഡഡ് ആയിട്ടാണ്. എനിക്ക് തോന്നുന്നു US പോളോ ആ ബ്രാൻഡിൻ്റെ ആണെന്ന് തോന്നുന്നു. എനിക്ക് 2-3 ബ്രാൻഡിൽ ഈ സെയിം ഷെയ്ഡിലുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ലുക്കിൽ നല്ല ക്ഷീണത്തിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും നമുക്ക് അടുത്തത് നോക്കാം. ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ മിസ് ചെയ്യേണ്ട, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൈ ഹോൾ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഓവറോൾ ലുക്ക്. അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ. അത് ഇതാ ലെങ്ത് ഉണ്ട്. ബാക്ക് സൈഡ് ഇത്ര ലെങ്ത് വരുന്നുണ്ട്. അപ്പോൾ സൈഡിലിങ്ങനെ ഇതിൽ ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു ബ്രാൻഡിൻ്റെ ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് ഈ ആമസോണിൽ പോയി സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. അപ്പോൾ അടുത്തേക്ക് കിടക്കാം. വൈറ്റിൽ ഇത്രയും നല്ല കളക്ഷൻ കിട്ടുന്നു ഞാൻ വിചാരിച്ചില്ല. അതും ഗോസറിക്ക് ബ്രാൻഡിൻ്റെ 3 പീസിൻ്റെ ഒരു സെറ്റാണ്. ഇതിൻ്റെ റേറ്റ് ഒരു എഫോർട്ട് ചെയ്യാൻ പറ്റിയത് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഞാൻ റേറ്റൊക്കെ കുറവ് നോക്കിയിട്ടാണ് അന്യ ഡിസൈനർ. എന്നുവെച്ചാൽ അവർക്ക് അധികം റേറ്റ് ഒന്നുമില്ല. ഒരു 400, 600, 800 ആ റേഞ്ചിലൊക്കെ കൂടുതൽ കണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലത്തെ ഒരു കളക്ഷനാണ് കേട്ടോ ഈ ഒരു 3 പീസ് സെറ്റ്. അപ്പോൾ ഇനി ദുപ്പട്ട മാറ്റി വെച്ചിട്ട് ടോപ്പിനെ കുറിച്ചിട്ടും ബോട്ടത്തിനെ കുറിച്ച് പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇതിൻ്റെ കംഫർട്ടാണ് എനിക്ക് മെയിനായിട്ട് ഇഷ്ടമായിട്ടുള്ളത്. റയോൺ മെറ്റീരിയലാണ്. റയോൺ മെറ്റീരിയൽ ടോപ്പ് വരുന്നത്. അതിന് നമ്മുടെ യോക്കിൻ്റെ പോർഷനിൽ നെക്കിൻ്റെ ഭാഗത്ത് നമുക്ക് എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലിംഗ് അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡ് സ്ലിറ്റിൽ അവിടെയും ഒരു എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്ലീവാണ് എനിക്ക് കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് തോന്നിയത്. ഫുൾ സ്ലീവാണ്. അതുപോലെ ചെറുതായിട്ടൊരു ബെൽ ടൈപ്പ് ആയിട്ടുള്ള ഒരു സ്ലീവാണ് കൊടുത്തിരിക്കുന്നത്. റയോൺ മെറ്റീരിയലാണ്. പിന്നെ ഇതിൻ്റെ കൂടെ പാൻറ് ഉണ്ട്. ഈ സൈഡിലല്ല പോക്കറ്റ് എവിടെയോ കണ്ടു. പാൻറ്റിലാണ് പോക്കറ്റ് വരുന്നത്. ടോപ്പിൽ പോക്കറ്റ് വരുന്നില്ല കേട്ടോ. പാൻറ്റ് പറഞ്ഞാൽ പലാസോ ആണ് കേട്ടോ. ഒരു സെമി പലാസോ ടൈപ്പ്. അപ്പോൾ ഒന്നുകൂടിയും കംഫർട്ട് കൂടി. പിന്നെ വൺ സൈഡ് പോക്കറ്റും കൊടുത്തിട്ടുണ്ട്. അതും റയോൺ മെറ്റീരിയൽ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ദുപ്പട്ട വരുന്നുണ്ട്. ഇതാ ദുപ്പട്ടയിൽ ഈ ടോപ്പിൽ കൊടുത്തിരിക്കുന്ന ഈ വർക്ക് കാണുന്നത് മൊത്തം എംബ്രോയ്ഡറി വർക്കാണ്. അതുപോലെ തന്നെ ഈ സൈഡിലും കൊടുത്തിരിക്കുന്നത് എംബ്രോയ്ഡറി വർക്കാണ്. പക്ഷേ ഈ ദുപ്പട്ടയിൽ വന്നപ്പോൾ അത് പ്രിൻ്റായി മാറിയിട്ടോ. ഇത് ദുപ്പട്ടയിൽ വരുമ്പോൾ എംബ്രോയ്ഡറി അല്ല, പ്രിൻ്റാണ് ഓവറോൾ കൊടുത്തിരിക്കുന്നത്. സെയിം കളറിൽ. കളർ കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടമായിട്ട്. ഇതിൽ വേറെ കളർ ചേഞ്ച് ഒന്നുമില്ല. ഈ ഒരു കളർ മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ ലാർജാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ്. ലാർജ് സൈസാണ്. കുറച്ചിങ്ങനെ ലൂസ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ കുഴപ്പമില്ല. കാരണം എന്ന് വെച്ചാൽ ഉള്ളിൽ സ്പെഗറ്റി ഇടേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഒരു സ്ഥലം നമുക്ക് കാണണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ലാർജ് സൈസ് വലിയ ഇഷ്യൂസ് വരുന്നില്ല. അപ്പോൾ ലാർജ് സൈസാണ് വെയർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതൊരു ക്രീം ഷെയ്ഡായതുകൊണ്ട് കുറച്ച് സീ ത്രൂ ആണ്. അപ്പോൾ ഉള്ളിൽ സ്പെഗറ്റി ഇടേണ്ടി വരും. സ്പെഗറ്റി ഇട്ടാൽ പിന്നെ നല്ല ലുക്കായിരിക്കും കേട്ടോ. നല്ല അടിപൊളിയാണ്. ഒരു സ്റ്റാൻഡേർഡ് ഫീലിംഗ് ഇതിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊരു 3 പീസിൻ്റെ സെറ്റാണ്. എക്സാക്റ്റ് റേറ്റ് അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലിങ്കിൽ കയറി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ എക്സാക്റ്റ് എത്ര റേറ്റ് എന്ന് അറിയാൻ പറ്റും. ഇനിയിപ്പോൾ ഈ കളർ വേണ്ട, ഇതിന് ഒരു ഡാർക്ക് കളറൊക്കെ വേണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു ലിങ്കിൽ ഡാർക്ക് കളർ കാണൂല. പക്ഷേ ഡാർക്ക് കളർ കാണുകയെന്ന് വെച്ചാൽ അതിൻ്റെ സജഷനായിട്ട് നമ്മൾ ഈ ലിങ്കിൽ കയറിയിട്ട് ആമസോണിൽ കയറുമല്ലോ. അപ്പോൾ ആമസോണിൽ കയറുമ്പോൾ നമുക്ക് ഇങ്ങനെ അടിയിൽ സജഷനായിട്ട് അവരിങ്ങനെ വേറെ ഇതേ ടൈപ്പ് വേറെ കളേഴ്സ് വേറെ ബ്രാൻഡിൻ്റെ ഒക്കെ ആയിട്ടായിരിക്കും കാണിച്ചു തരാം. പക്ഷേ ഈ ബ്രാൻഡിൻ്റെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇത് ഗോസറിക്ക് ബ്രാൻഡാണ്. അന്ന് അന്യ ഡിസൈനർ എന്നുള്ള ബ്രാൻഡിലും അറിയപ്പെടുന്നുണ്ട്. രണ്ടും ബ്രാൻഡ് ഒന്ന് തന്നെയാണ്. ചിലപ്പോൾ നമ്മൾ അന്യ ഡിസൈനർ എന്നുള്ള ബ്രാൻഡിലായിരിക്കും നമ്മൾ ഓർഡർ ചെയ്യുക. പക്ഷേ ഗോസറിക്ക് ബ്രാൻഡായിരിക്കും വരിക. ചിലപ്പോൾ ഗോസറിക്ക് ബ്രാൻഡിലായിരിക്കും ഓർഡർ ചെയ്യുക. അപ്പോൾ അന്യ ഡിസൈനർ ആയിട്ടായിരിക്കും വരിക കേട്ടോ. എന്തായാലും ഇത് വേർത്താണ്. ഇത് അത്യാവശ്യം നല്ല വലിയ വലിയ ഫംഗ്ഷനൊക്കെ ഇട്ട് പോകാൻ പറ്റും കേട്ടോ. അത്രയും നല്ല ഡീസൻറ്റ് കളറും അതിൻ്റെ വർക്കും അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ ഇപ്പോൾ 3 പീസ് കളക്ഷനാണ്. പിന്നെ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ഇൻഡോ ഇറ ബ്രാൻഡിൻ്റെ ഒരുപാട് നമ്മൾ മേടിച്ചിട്ടുണ്ട്. അവരൊക്കെ എന്ന് പറയുമ്പോൾ ക്വാളിറ്റിക്ക് ഇഷ്യൂസ് ഇല്ല, ഒരു കംപ്ലയിൻറ്റ് വരില്ല. നമ്മൾ മേടിച്ചാൽ പിന്നെ റിട്ടേൺ കൊടുക്കണ്ടോ എക്സ്ചേഞ്ച് കൊടുക്കണ്ടോ ഒരു ഇഷ്യൂ അവിടെ വരുന്നില്ല. അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ വരുന്നത് 3 പീസിൻ്റെ കളക്ഷനിൽ ടോപ്പ് വരുന്നതിൽ
യോക്കിൽ പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് കൊടുത്തിരുന്നത്. അപ്പോൾ പിങ്കിൽ വൈറ്റ് കളറിലെ ത്രെഡ് വർക്ക് വെച്ചിട്ട് അതുപോലെ പിങ്കിൻ്റെ ഒരു ചെറിയ ത്രെഡ് വർക്കൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി വർക്കാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ സ്വീക്വൻസ് വർക്കിൻ്റെ ബൂട്ട വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ചെറുതായിട്ടൊരു തിളക്കം വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ പാൻറ്റ്, ആ പാൻറ്റ് പറയണേക്കാളും മുന്നേ സ്ലീവ് പോർഷനിലേ ഒരു ചെറുതായിട്ട് ഒരു ലേസിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. 3/4 സ്ലീവ് വരുന്നത്. പിന്നെ പാൻറ്റ് വരുന്നതിൽ വൺ സൈഡ് പോക്കറ്റ് ഉണ്ട്. ഇവരെല്ലാം പാൻറ്റിൽ വൺ സൈഡ് പോക്കറ്റൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ വൺ സൈഡ് പോക്കറ്റ് ഉണ്ട്. പിന്നെ നല്ല പ്രിറ്റി ആയിട്ടുള്ള ദുപ്പട്ട നോക്കിയാൽ ഓർഗൻസയിലാണ്. ഈ ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും മെറ്റീരിയൽ വരുന്നത് സിൽക്ക് ബ്ലെൻഡ് മെറ്റീരിയലാണ് കേട്ടോ. എന്നാൽ ദുപ്പട്ടയിൽ ഓർഗൻസയിൽ ഇങ്ങനെ വൺ സൈഡ് ഫുള്ളി ഒരു എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലിംഗ് സ്കാലപ്പ് ചെയ്തിട്ട് ഈ ഒരു എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഡീസൻറ്റ് കളർ. പിന്നെ ഇതിൽ വേറെ ഇപ്പോൾ ഈ ലിങ്കിൽ കയറി നോക്കുകയാണെങ്കിൽ ഒരു 4-5 കളേഴ്സ് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ 4-5 കളറായാലും അതിൽ ഈ ഒരു ഡിസൈൻ അല്ല, അതിൽ ഓരോരോ യോക്കിലും ഓരോരോ ഡിസൈൻസാണ്. പക്ഷേ ഇതെനിക്ക് കുറച്ച് നല്ല സ്റ്റാൻഡേർഡായിട്ട് ഫീൽ ചെയ്തു. പിന്നെ റീസണബിൾ റേറ്റിനാണ് കിട്ടുന്നത്. ജസ്റ്റ് 999 ഞാൻ മേടിച്ചത്. സെയിലുള്ള സമയത്തൊക്കെ റേറ്റ് മാറും. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും റീസണബിൾ റേറ്റ് 999 എന്നൊക്കെ കേൾക്കുമ്പോൾ അത് കൂടുതൽ തന്നെയാണ്. പക്ഷേ ഇത് പുറത്തേക്കൊക്കെ വരുമ്പോൾ നമുക്കൊരു 1500-2000 അടുത്തേക്കൊക്കെ പോകുന്ന റേഞ്ചാണ് നമുക്ക് ഈ 999 കിട്ടുന്നത് കേട്ടോ. എന്തായാലും ഞാൻ സാറ്റിസ്ഫൈ ആണ്. പിന്നെ അതുപോലെ തന്നെ സൈസ് വരുന്നത് ലാർജ് ആണ് കേട്ടോ. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ് ലാർജ് ആണ്. ഷേപ്പ് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ ഒന്ന് പിടിച്ചാൽ മതി, അല്ലെങ്കിൽ ആസ് ഇറ്റ് ഈസ് ഇത് അടിപൊളിയാണ്. ഈ 3 പീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒന്നാമത്തെ കോട്ടൺ, രണ്ടാമത്തെ അങ്ക്രക്ക സ്റ്റൈലാണ്, അനാർക്കലി സ്റ്റൈലാണ്. നന്നായി ഫ്ലയറോട് കൂടിയിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. ഈ മെറ്റീരിയൽ ആയാലും അതിൻ്റെ ഒരു മോഡേൺ അതിൻ്റെ പാറ്റേൺ. ടോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു അനാർക്കലി സ്റ്റൈലാണ്. അത്യാവശ്യം ഫ്ലയറൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പാനൽ വർക്ക് വന്നിട്ടുണ്ട്. 8 പാനലിൻ്റെ വർക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. പിന്നെ യോക്ക് നോക്കുകയാണെങ്കിൽ അങ്ക്രക്ക സ്റ്റൈലിൽ ഇവിടെ സൈഡിൽ ഇങ്ങനെ കെട്ടണ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. കെട്ടൊക്കെ ഉരി പോയതാ. കെട്ടാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അങ്ക്രക്ക സ്റ്റൈൽ എന്ന് പറയുമ്പോൾ കെട്ടാൻ എന്തായാലും ഉണ്ടാവും. പിന്നെ 3/4 സ്ലീവ്, ഇതൊക്കെ പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ എൻഡിൽ. പിന്നെ ഇത് തുണിയോട് കൂടിയിട്ടുള്ള ഒരു പ്രിൻറ്റ് തന്നെയാണ് വരുന്നത്. ദാമൻ്റെ പോർഷനിലെ പാച്ച് വർക്കിൻ്റെ ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ലെങ്ത്തും കുറച്ച് കൂടുതലാണ്. അനാർക്കലി എന്ന് പറയുമ്പോൾ കുറച്ച് ലെങ്ത്ത് കൂടുതലാകുമ്പോൾ അടിപൊളിയാണ് ലുക്ക് വൈസ്. പാൻറ്റും പ്രിൻറ്റഡ് പാൻറ്റ്, പ്രിൻറ്റഡ് പാൻറ്റാണ്. ആ ഒരു നമ്മുടെ ദാമൻ്റെ ആ ഒരു സെയിം മാച്ചിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ദുപ്പട്ട, ഇതും കോട്ടൺ തന്നെയാണ് കേട്ടോ. ഫുൾ പ്രിൻറ്റോട് കൂടി നല്ല ലെങ്ത്തും വിഡ്ത്തൊക്കെ വരുന്നത് മീര എന്നുള്ള ബ്രാൻഡിൽ നിന്നാണ് കേട്ടോ. മീര ബ്രാൻഡിൻ്റെ ഞാൻ ആദ്യമേ തൊട്ട് യൂസ് ചെയ്യാറുണ്ട്. കുറേ നാളായിട്ട് പിന്നെ സെർച്ച് ചെയ്യുമ്പോൾ അങ്ങനെ കിട്ടാറുണ്ട് അറിയാം. പക്ഷേ ഇപ്പോൾ സെർച്ച് ചെയ്തപ്പോൾ അവർക്ക് നല്ല കളക്ഷൻസ് പുതിയത് ലേറ്റസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിയിട്ട് ഒരു പിക്ക് ചെയ്തതാണ്. പിന്നെ ലാർജ് സൈസാണ് ഞാൻ പ്രിഫർ ചെയ്യാറ് സാധാരണ. അപ്പോൾ ലാർജ് സൈസ് നോക്കിയിട്ടാണ് ഞാൻ മേടിച്ചത്. പക്ഷേ ഇത് കുറച്ച് ലൂസാണ്, കുറച്ച് അത്യാവശ്യം നല്ല ലൂസ്. ഇപ്പോൾ ഇത് കെട്ടിയാലും ആ ഒരു ടൈറ്റ് കറക്റ്റായിട്ട് നിൽക്കില്ല. അപ്പോൾ മീഡിയം സൈസ് മേടിച്ചാൽ മതി. ലാർജ് സൈസ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർക്ക് മീഡിയം സൈസ് മേടിച്ചാൽ മതി. അതായിരിക്കും പെർഫെക്റ്റ്. എന്തായാലും ഇത് ഞാൻ ആർക്കും കൊടുക്കാൻ പോകില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു അടിപൊളി ഒരു കോട്ടൺ മെറ്റീരിയൽ. ഇൻഡോറ ബ്രാൻഡിൻ്റെ 2 പീസിൻ്റെ കളക്ഷൻ ഉണ്ട്. ഇൻഡോറ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ അവരുടെ ക്വാളിറ്റി നല്ല അടിപൊളിയായിരിക്കും. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സോളിഡ് ഷെയ്ഡാണ്. വേറെ ഇതിന് കളർ ചേഞ്ച് ഒന്നുമില്ല. ഇതൊരു നല്ല മറൂൺ ഷെയ്ഡ്. ഇവരുടെ നമുക്ക് 2 പീസിലൊക്കെ കിട്ടാറില്ല. ഇപ്പോൾ എന്ത് മെറ്റീരിയലാണ് പറയുക. ഇപ്പോൾ എന്തായാലും കോട്ടൺ മെറ്റീരിയൽ, കോട്ടനും സിൽക്കും കൂടി മിക്സ് ആയിട്ടാണ്. പക്ഷെ നല്ല ടൈപ്പ് മെറ്റീരിയൽ ആട്ടോ ഇത് വരുന്നത്. പിന്നെ ഈ കാണുന്ന ഈ ഒരു ലുക്ക് ഇങ്ങനെ തന്നെയാണ്. വേറെ പ്രത്യേകിച്ച് വർക്ക് കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ മെയിൻ ഒരു ചെറിയ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് ഇവിടെ ഒരു നെക്കിൻ്റെ പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറച്ചുകൂടി അടുത്തേക്ക് വന്നാൽ കാണാൻ പറ്റും. ഇങ്ങനെ ഒരു ചെറിയൊരു ഫ്ലീറ്റിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സംഭവം ലോക്കറ്റ് പോലത്തെ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് ഇതിലൊരു വർക്ക് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവർ. പിന്നെ അതുപോലെ തന്നെ ബാക്ക് സൈഡൊക്കെ നോക്കുമ്പോൾ പ്ലെയിൻ ആണ്. പിന്നെ ഒരു പാൻറ്റ് ഇതിൽ കൂടെ 2 പീസാണല്ലോ, പാൻറ്റാണ്. പാൻറ്റിൻ്റെ സൈഡിൽ പോക്കറ്റ് ഇല്ല കേട്ടോ. പാൻറ്റിൻ്റെ സൈഡിൽ പോക്കറ്റിൻ്റെ ആവശ്യമില്ല. കാരണം ഇത് ടോപ്പിൽ തന്നെ നമുക്ക് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈസ് ലാർജ്. അതുപോലെ ഞാൻ മേടിച്ചത് 800 and something എന്ന് വെച്ചാൽ ഒരു 900 പിടിച്ചോട്ടോ. ആ ഒരു സെയിലില്ലാത്ത സമയം നോക്കിയിട്ടാണ് മേടിച്ചത്.